വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് നെവർ ഗിവ്സ് യു അനദർ ചാൻസ്. നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് വൈകാരികമായ ഒരു കഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എപ്പിസോഡ് നമ്പർ 2, വൈകിപ്പോയ മാപ്പ്, ദ അൺസ്പോക്കൺ സോറി. ഈ എപ്പിസോഡ് കുടുംബ ബന്ധങ്ങളിലെ വാശിയെയും അത് എങ്ങനെ നമ്മളെ തനിച്ചാക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ്. വിനയ് വിദേശത്ത് ജോലി ചെയ്യുന്ന സ്കിൽഫുള്ളായ എഞ്ചിനീയറാണ്. വിനയിൻ്റെ അച്ഛൻ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന റിട്ടയർഡ് അധ്യാപകനായ മാധവൻ മാഷ്. 7 വർഷം മുമ്പ് വിനയ് തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സിന് അച്ഛൻ നിർബന്ധിച്ചു ചേർത്തതിനെ ചൊല്ലി വലിയ വഴക്കുണ്ടാക്കുന്നു. ഇനി പടി ഞാൻ ചവിട്ടില്ല എന്ന് ശപഥം ചെയ്ത് അവൻ വീട് വിട്ടിറങ്ങുന്നു. അച്ഛൻ തടയാൻ നോക്കിയെങ്കിലും വിനയ് കേൾക്കുന്നില്ല. വിനയ് ഇപ്പോൾ വലിയ നിലയിലെത്തി. അവന് തൻ്റെ തെറ്റ് മനസ്സിലാകുന്നു. അച്ഛനോട് ക്ഷമ ചോദിക്കണമെന്നും അദ്ദേഹത്തെ തൻ്റെ കൂടെ വിദേശത്തേക്ക് കൊണ്ടുപോകണമെന്നും അവൻ തീരുമാനിക്കുന്നു. തൻ്റെ വിവാഹകാര്യം നേരിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് വിനയ് നാട്ടിലേക്ക് തിരിക്കുകയാണ്. വിമാനത്തിലും കാറിലുമായി വരുമ്പോൾ അവൻ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നു. അച്ഛൻ്റെ പ്രിയപ്പെട്ട മധുരപലഹാരങ്ങളും പുതിയ വസ്ത്രങ്ങളും അവൻ വാങ്ങിയിട്ടുണ്ട്. അച്ഛൻ എന്നോട് ക്ഷമിക്കുമായിരിക്കും അല്ലേ എന്നവൻ സുഹൃത്തിനോട് ചോദിക്കുന്നു. വിനയ് വീടിൻ്റെ പടിക്കലെത്തുന്നു. വീട് പൂട്ടിക്കിടക്കുകയാണ്. മുറ്റത്ത് ഉണങ്ങിയ ഇലകൾ വീണ് കിടക്കുന്നു. അയൽവാസിയായ ദാമോദരേട്ടൻ ഓടി വരുന്നു. വിനയ്, നീ വന്നോ? കഴിഞ്ഞ ആഴ്ച മാധവൻ മാഷ് ഹൃദയാഘാതം വന്നു പോയി മോനെ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നിന്റെ പേരായിരുന്നു വിളിച്ചിരുന്നത്. വിനയ് തളർന്നു ഉമ്മറത്ത് കെട്ടിക്കുന്നു. അച്ഛൻ അവന് വേണ്ടി കരുതി വെച്ച പഴയ ഫോട്ടോ ആൽബം അവൻ കാണുന്നു. അതിലവൻ്റെ ഓരോ വിജയങ്ങളും അച്ഛൻ വെട്ടി ഒട്ടിച്ച് ഇരിക്കുന്നു. മാപ്പ് ചോദിക്കാൻ ഒരാളില്ല എന്ന വലിയ തിരിച്ചറിവ് അതവനെ വളരെ വിഷമത്തിലേക്ക് ആഴ്ത്തുന്നു. ഈ എപ്പിസോഡിലെ പാഠം: നമ്മുടെ ഈഗോയേക്കാൾ വലുതാണ് സ്നേഹിക്കുന്നവരുടെ സാമീപ്യം. മാപ്പ് പറയാൻ ഒരു നിമിഷം മതി, പക്ഷെ അത് കേൾക്കാൻ ഒരാളില്ലാതെ വരുമ്പോൾ ജീവിതം ഏറ്റവും വലിയ പരാജയമായി മാറുന്നു.